പക്ഷേ ഇതിനകത്ത് ഇന്നത്തെ ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളമൻ ഒരിക്കലും ശോശനെ ചതിക്കുമെന്ന് നമ്മൾ ഓർത്തില്ല. അപ്പം നമ്മുടെ ഗിഫ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാനുണ്ടല്ലോ ഏകദേശം 30,000 രൂപയ്ക്ക് കുറച്ച് ജീവികളെ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ കിളിക്കൂട്ടിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കാണിച്ചു തരാം. വണ്ടിയുടെ പുറകിൽ ഇരിപ്പുണ്ട് കേട്ടോ. ഇന്ന് പതിവ് പോലെ പപ്പയും അമ്മയും അവരെ ആരും ഇങ്ങോട്ട് വിളിച്ചില്ല. അവരെ എല്ലാവരെയും കിളിക്കൂട്ടിനകത്ത് കയറ്റി ഇരുത്തിയിരിക്കുവാണ്. അപ്പം ഞാൻ തുറക്കാൻ വേണ്ടി പോകണം കേട്ടോ. നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടത് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി കാണും. തുറക്കാൻ പോവാണ്. അയ്യോ, ഇതാണ് സാധനം. ഇത് കേട്ടോ, നമ്മളൊരു കവറിനകത്ത് പാക്ക് ചെയ്തുകൊണ്ട് വന്നിരിക്കുവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പപ്പയ്ക്കും മമ്മിക്കും ഒന്നും ഒരു ഐഡിയ ഇല്ല സംഭവം എന്തായിരിക്കുമെന്ന്. ഞാനിത് എടുക്കട്ടെ. ചാടുന്നുണ്ട്. പറക്കുന്ന ഒച്ച കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി കാണും കേട്ടോ. അപ്പോൾ ഇതിനകത്തുണ്ട് സാധനം. ആ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കാണുമ്പോഴേക്കും മനസ്സിലാക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ എടുത്തുകൊണ്ട് നേരെ നമ്മുടെ കിളിക്കൂട്ടിലേക്ക് പോവുകയാണ്. ജിനോചാച്ചനാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. പെട്ടിയുടെ വലുപ്പം കുഞ്ഞിതാണെങ്കിലും ഇതിനകത്തുള്ള സാധനത്തിൻ്റെയൊക്കെ വില ഭയങ്കര കൂടുതലാണ് കേട്ടോ. ഈ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിളിക്കൂടിൻ്റെ എക്സ്റ്റൻഷൻ വർക്ക് നടക്കുവാണ്. നമ്മൾ കുറച്ചും കൂടെ അങ്ങോട്ട് നീളത്തിൽ പണിയുവാണ് കേട്ടോ. നമ്മൾ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ കുറച്ചും കൂടെ വലുതാക്കി പണിയാനായിട്ട് നമ്മളത് വലുതാക്കുവാണ്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുവാണ്. ചേട്ടാ ഇത് കണ്ടോ, ഇത് കിളിയാ, കിളി കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മുടെ ലാല് ചേട്ടൻ ഇവിടെ ഒരു സാധനം ഉണ്ടാക്കും, അതൊന്ന് കാണിച്ചു കൊടുത്തേ. ആർക്കും മനസ്സിലാകത്തില്ല. നിങ്ങൾ ഫിഞ്ചസിന് ആരെങ്കിലും താജ്മഹൽ പണി കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടോണോ? അല്ലേ, താജ്മഹൽ പോലെ അല്ലേ? അപ്പം ലാല് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് കിളിക്കൂടാണ് കേട്ടോ. നമ്മുടെ ഫിഞ്ചസിന് വേണ്ടി ഒരു കൂട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പണി തീർന്നില്ല, അത് കാണിച്ചു തരാം. അപ്പം കിളിയെ കാണിച്ചു തരാം കേട്ടോ, അഴിച്ചു വിട്ടിട്ട്. അപ്പം അവരുടെ പണി തടസ്സപ്പെടുത്തണ്ട. അപ്പം നമ്മൾ നേരെ കിളിക്കൂട്ടിലേക്ക് പോവാണ്. കാട്ടുകോഴി വെള്ളക്കാല്. ഇവര് ശരിയല്ല, ഇവര് നോക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, ഇതിവിടെ വെക്കട്ടെ. നമ്മളിത് ഇതിനെ കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവരുടെയും ചോദിക്കാം കൂടെ എന്തൊക്കെയായിരിക്കും. പ്രാവിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. ആണ്, കരച്ചിൽ കേട്ടു അല്ലേ? ആകാൻ സാധ്യതയുണ്ട്. കാട്ടുകോഴിയാണ്. കാട്ടുകോഴിയാണെങ്കിൽ ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോഴേക്കും ഞാൻ അറിഞ്ഞാൽ അകത്താ കേട്ടോ. എന്നാലും കാട്ടുകോഴി ആയിരിക്കും, ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇത് കണ്ടോ, ഇവരോട് ചോദിച്ചാൽ ഒന്നും പറയത്തില്ല. ഇവര് മയങ്ങിയിരിക്കണം കേട്ടോ. മൊയലിനേക്കാളും കൂടുതൽ മയക്കുന്ന ആൾക്കാരാണ് ഇത് രണ്ടുപേരും. നമ്മുടെ ചോട്ടു, ഞാൻ നേരെ ചോട്ടു, ഇതാ ചോട്ടു ഗൈസ്. ഇത് ചോട്ടു, ഇതേ മോറ്റു താവട്ടു വിട്ടു. ഇതേ തൊമ്മാച്ചി ഗൈസ്. നമ്മൾ തൊമ്മനെ അഴിച്ചു വിടുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ചില കിളികൾക്ക് പെയിനിന്റെ ഒരു അസുഖം കാണിക്കുന്നുണ്ട്. അപ്പോൾ തൊമ്മനെ ഇപ്പോൾ അഴിച്ചു വിട്ടെങ്കിൽ തൊമ്മന അസുഖം വരും. അതുകൊണ്ട് തൊമ്മനെ നമ്മൾ അഴിച്ചു വിടുന്നില്ല കൂടിനകത്ത്. നമുക്കങ്ങനെ നമ്മുടെ പ്രസന്റ് ഓപ്പൺ ചെയ്താലോ? അത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ കിളിക്കൂട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ അപ്ഡേഷൻ കാണിച്ചു തരാം. ഇച്ചിരി മാറിക്ക്. നമ്മുടെ ശോശനെ മയക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതുണ്ടോ, അവളാണ് നമ്മുടെ ശോശനെ. പകുതി മയങ്ങി. മമ്മിയുടെ കൈ കാണിച്ചാൽ മമ്മിയുടെ കയ്യിൽ നിന്ന് തീറ്റ് തിന്നുമായിരുന്നു അവള്. അതെ, അയ്യോ അങ്കിൾ നോക്കുന്നത്. നമ്മുടെ ശോശനെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതേ നമ്മുടെ കോക്ടെയിൽ. ഓ ഗൈസ്, ബാക്കി ഞാൻ കാണിച്ചു തരാം. ഇതേ വേറെ കോക്ടെയിൽ ഇവിടെ ഇരിപ്പുണ്ട്. ഇവന് വലിയ പേടിയൊന്നുമില്ല, എന്നാലും കുറച്ച് പേടിയുണ്ട്. അതുപോലെ നമ്മൾ ഇതിലും നടന്നപ്പോഴേക്ക് ഇതേ ഫിഞ്ചിരിക്കുന്നു. എടാ ഫിഞ്ചു, ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ കിളിക്കൂട് കാണിച്ചു തരാം. കിളിക്കൂടിനകത്ത് കിളിയിരിക്കുന്നുണ്ടോ? ഇത് കണ്ടോ, അവൻ്റെ കൂടാണിത്. ഞാൻ അടുത്തോട്ട് പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുവാണ്. ഇത് കണ്ടോ, ഇത് അവൻ്റെ കൂടാണ് കേട്ടോ. ഒരു കിളിയുടെ കൂടാണ്. അതുപോലെ തന്നെ വേറൊരു കൂടാണിത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇതുണ്ടോ, അവന് കയറാനായിട്ട് ഇവിടെ ഒരു വാതിലുണ്ട്. ഇത്രയും അവർ കൊണ്ടുവച്ചതാണ് കേട്ടോ. ഇതുണ്ടോ, ഇത് അവൻ്റെ കൂട്. നമ്മുടെ ഡയമണ്ടോ ഇരിക്കുന്നു. അതുപോലെ നമ്മുടെ പാരഡൈസ് വൈദ ഗൈസ്, നമ്മുടെ കിളിക്കൂട്ടിലെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള കിളിയാണിത്. ഇത് ആയിരിക്കുന്നത് പാരഡൈസ് വൈദ. അതിന് മേടിക്കുന്ന വീഡിയോ നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫിഞ്ചൊക്കെ ഇടയ്ക്കൂടെ ഇരിപ്പുണ്ട്. ഞാൻ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോകാം. അതുപോലെ തന്നെ ഇവിടെ വേറെ കിളിക്കൂടുണ്ട്. ഇതുണ്ടോ, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോവാണ്. അത് നമ്മുടെ ലോങ് ടെയിലാണ് കേട്ടോ ആയിരിക്കുന്നത്. ഇതുണ്ടോ, അവനും കൂടെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ ഡയമണ്ടോ. ഇവന്മാർക്ക് ഒട്ടും പേടിയില്ല കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു കിളിയാണ്. ഇവന്മാരുടെ സൗണ്ട് ഭയങ്കര രസമാണ് കേട്ടോ. ഇതുണ്ടോ, ഇഷ്ടംപോലെ ഫിഞ്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ ഫിഞ്ചുകളുടെ സെഷനാണിത്. ഇതിനിടയ്ക്കെല്ലാം കിളി ഇരിപ്പുണ്ട് കേട്ടോ. എനിക്ക് എല്ലാത്തിനും കാണിച്ചു തരാൻ പറ്റത്തില്ല. നമ്മുടെ കംബോഡിയൻ സ്ക്യൂറൽ, നമ്മുടെ ബോബനും മോളെ ഇവിടെയുണ്ട്. ഇപ്പോൾ നമ്മൾ കൂട്ടിലിട്ടേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരുടെ ബ്രീഡിംഗ് സമയമാണെന്ന് തോന്നുന്നു. ഇവർ കിളികളുടെ കൂട്ടിലെല്ലാം കയറുവാണ്. അതുപോലെ തന്നെ കിളികൾ അടുത്ത് ചെല്ലുമ്പോഴേക്കും ഇവർക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ കൂട്ടിലിട്ടിരിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് നടക്കാൻ പറ്റത്തില്ല, ആക്ച്വലി അത്രയ്ക്ക് ഗ്യാപ്പില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കൂടിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. ഡയമണ്ടോ ഒക്കെ പറന്നു പോകുന്നുണ്ട്. മമ്മി ശോശനെ മയക്കി എടുത്തായിരുന്നു, പക്ഷെ അവൾ പറന്നു പോയി. അതുപോലെ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ ആമ്പലിന് പൂവുണ്ടാകുന്ന ഒരു സീസൺ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ആമ്പൽ നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇലകളുടെ എണ്ണം കൂടി. അതുപോലെ തന്നെ അവിടെ ഒരു കുഞ്ഞ് ആമ്പൽ പൊട്ടിക്കിളത്ത് വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കൊണ്ട് ഇട്ടതല്ല, അതെങ്ങനെ ഉണ്ടായെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, ആമ്പൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മുടെ പോത്തനെ എടുക്കാൻ പോകണം കേട്ടോ. പോത്തനെ എടുത്തേ, നഖം വെട്ടിക്കാറായി. പോത്താ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ പോത്തൻ കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഇവൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇത് കണ്ടോ, അപ്പോഴത്തെ വെച്ച് അവനൊരു ഇച്ചിരി വളർന്നിട്ടുണ്ട്. വലിയ കാര്യമായിട്ടൊന്നും വളർന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാവേ, ഇവൻ്റെ സ്കിന്നെല്ലാം പൊളിഞ്ഞു പോയി.
എന്നിട്ട് അവന് നഖം വെട്ടിക്കാറായല്ലേ അപ്പേ? നഖം വെട്ടിക്കാറായി. ഇവന്റെ സ്കിന്നെല്ലാം പൊളിഞ്ഞു പോയി കേട്ടോ. അപ്പൊ നല്ല കളറാണ് ഇപ്പൊ ഇവനെ കാണാനായിട്ട്. പോത്തിനെ പേടിയുള്ള 2-3 ആൾക്കാരുണ്ട്. ചേച്ചി മോളയാണ്ടിക്ക് പേടിയാണ്, അങ്കിളിന് എന്തോ ഒരു ഇഷ്ടക്കുറവ് അല്ലേ ഗൈസ്? ദേ നമ്മുടെ മോട്ടു ഇരിക്കുന്നു. മോട്ടു ഇങ്ങ് വന്നേ. എന്നാടാ എന്നാന്നേ എന്നാ പറ്റിയേ? ഇവിടെ വന്നിരുന്നേ. ഇത് കേട്ടോ, ഇവന്മാർ ഭയങ്കര ഇതാണ് കേട്ടോ. നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൻ ഉറങ്ങിപ്പോയി. പൊക്കോ ഓടിക്കോ. ഈ വേരിൻ്റെ ഇടയ്ക്കെല്ലാം നമ്മുടെ ഫിഞ്ച് കയറി ഇരിക്കുന്നതാണ്. അവന്മാരിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അവന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതൊരു ഫിഞ്ച് പറന്ന് പോകുന്നത് കേട്ടോ. അതുപോലെ അപ്പം നമ്മുടെ കിളിക്കൂട് നല്ല രസമായിട്ട് വരുന്നു. കിളികളെല്ലാം കൂടുണ്ടാക്കാൻ തുടങ്ങി, അവരവരുടെ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. നമ്മളുണ്ടല്ലോ അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കാർപ്പിനെയൊക്കെ നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടോണം, ഇവന്മാർ ശരിക്കും പറയും നമ്മുടെ കയ്യിൽ നിന്ന് തീറ്റ മേടിക്കുവേ. തീറ്റ കാണിച്ചാൽ മതി, ഇവന്മാർ ഇവിടെ വന്നോളും. ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഞാൻ തീറ്റ വെള്ളത്തിൽ വെച്ചിട്ടില്ല, എൻ്റെ ക്യാമറയൊക്കെ നനയ്ക്കും കേട്ടോ. ഇതേണ്ട ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും കോഴിക്കാർപ്പ് കുളിച്ചിട്ടുണ്ട്. എൻ്റെ ക്യാമറ മൊത്തം നനഞ്ഞു കേട്ടോ. ഇത് കണ്ടോണേ, ബാ ഇത് കണ്ടോണേ. ഇത് കണ്ടോ, നമ്മുടെ വെള്ളയാണിത്. ഇത് കണ്ടോ, അവന് പേടിയൊന്നുമില്ല. ഇത് അടുത്തവൻ, ഇത് കണ്ടോ, അവന് പേടിയൊന്നുമില്ല. നമ്മൾ ഇവനെ പിടിക്കാൻ വേണ്ടി പിടിക്കുന്ന ആളെന്ന് ഇവർക്കറിയാം. നമ്മൾ ചുമ്മാ പിടിക്കുന്ന ഇത് കണ്ടോണേ. ഇത് കണ്ടോ, ഇതേ പോയി. ബാ ഇത് കണ്ടോ, എല്ലാവരും പിടിക്കാൻ പറ്റും. വെള്ള പോയി. ഇത് കണ്ടോണേ, ഭയങ്കര സോഫ്റ്റാണ് ഇവരുടെ ബോഡി. വെള്ളേനെ പിടിക്കുക. ഇത് കണ്ടോണേ, ഇതേ വേണ്ടോ പോയി. ബാ ഇത് കണ്ടോ, എൻ്റെ കയ്യെ ഫുള്ള് കടിക്കുവാണ്. ഇത് കണ്ടോ, കയ്യെ കയറി വരുവാ. ഇത് കണ്ടോ, എൻ്റെ ഗോൾഡ് ഫിഷ്. ഇത് കണ്ടോ. പൊക്കോ. ദേ അങ്ങനെ നമ്മൾ നമ്മുടെ പെട്ടി ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തിനാണ് മേടിച്ചതെന്നും എവിടെ നിന്നാണ് മേടിച്ചതെന്നും ഇതിന്റെ വിലയും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മാത്രം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് കേട്ടോ. നമുക്കതിനെ മേടിക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം വേണ്ടത് ഒരു കിളിക്കൂടാണ് കേട്ടോ. നമ്മൾ ഇത് കൂടത്തിൽ കൊണ്ടുപോയി വന്നിട്ടുണ്ട്. നിങ്ങൾ ആ കണ്ട സാധനത്തിന് പൊതിയുന്ന ഇതിലാണ് കേട്ടോ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സുരേഖ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ ജിനോചാച്ചനുണ്ട്, പുറകിൽ മോളുണ്ട്, കുഞ്ഞപ്പനുണ്ട്, ഒരു വലിയ കിളിക്കൂട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ട സാധനത്തിന് മേടിച്ചിട്ടിരിക്കുന്ന കിളിക്കൂട് ഇതാണ്. നമ്മൾ അതിന് പൊതിയാനുള്ള പേപ്പർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ കടയിലേക്ക് പോവാണ് കേട്ടോ. കടയിൽ പോയിട്ട് നമ്മൾ എന്തിനാണ് മേടിക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മളപ്പോൾ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കണ്ടോ. പിള്ളേർക്ക് എന്തോ ഗസ്സൊക്കെ ഉണ്ടെന്നാ പിള്ളേർ പറഞ്ഞേ. എന്നാ പറഞ്ഞേ? മക്കാവിന്റെ ബേബി ആണോ എന്ന് പിള്ളേർ ചോദിക്കുന്നുണ്ട്. കൂടിയ മൊയല്. കുഞ്ഞപ്പന് എന്തെങ്കിലും വേറെ ഗസ് ഉണ്ടോ? മക്കാവ് കുഞ്ഞിനെ മേടിക്കാനായിട്ട് സമയം ആയില്ല ഗൈസ്. കാര്യം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കൂടിന്റെ പണിയെല്ലാം തീർന്ന് നമ്മുടെ അൻസാരി ചേട്ടന്റെ ഒക്കെ അടുത്ത് മക്കാവിന്റെ കുഞ്ഞ് അവരുടെ വീട്ടിലുള്ള ബ്രീഡിംഗ് പെയറിന് കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടേ നമ്മൾ മേടിക്കുന്നുള്ളൂ. നമ്മൾ അങ്ങനെ ദേ കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വഴിയിലേക്ക് അത്യാവശ്യം ട്രാഫിക്കാണ്. ആ ബൈക്കുകാരൻ കയറി വന്ന രീതി അത്ര ശരിയല്ല കേട്ടോ. നമ്മൾ ഇറങ്ങുവാണ്. നമ്മൾ കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പിള്ളേർ ഇറങ്ങട്ടെ. അപ്പോൾ നമ്മൾ മേടിക്കാൻ വന്ന സാധനത്തിനെ കാണിച്ചു തരാം കേട്ടോ. ചേട്ടൻ ഇവിടെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മൾ മേടിക്കാൻ പോകുന്ന സാധനം. ചേട്ടൻ ഇതിന്റെ ബ്രീഡിന്റെ പേരെങ്ങനെയാ? അടിപൊളി. ഇത് ബ്രീഡിംഗ് പേരാണോ? ഇവന്മാരെ കണ്ടോ, ഇവന്മാർ ഇരിക്കുന്ന ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഷേപ്പ് അങ്ങനെയാണല്ലേ? ഒന്ന് എടുത്ത് കാണിക്കാൻ പറ്റുമോ? അടിപൊളി. എടാ പറന്നു പോവും. എടാ ഇല്ല. അത് ചേട്ടൻ അതിൻ്റെ അടുത്ത് വേറൊരു കൂട്ടിലേക്ക് ഇട്ട് കാണിക്കാൻ വേണ്ടി പോകണം കേട്ടോ. അടിപൊളി. ആ ഒരു ഷേപ്പ് അല്ലേ? ഓക്കെ. അപ്പോൾ ചേട്ടൻ പറയുന്ന അനുസരിച്ച് ഇവന്മാരുടെ ആ ഒരു ഷേപ്പ് ഭയങ്കര രസമാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവന്മാർ നിൽക്കുന്നുണ്ടോ നോക്കി, ഒരു ഇച്ചിരി വളഞ്ഞു നിൽക്കുന്നു. ഷോർട്ട് ബേർഡാണ്. അടിപൊളി. ചേട്ടൻ മറ്റേതിനോട് പിടിക്കുകയാണ് കേട്ടോ. ഇതാണോ മെയില്? ഇത് ഫീമെയിൽ അല്ലേ? ഇത് വേറെ അതിന്റെ തന്നെ ചെറിയ സൈഡ് മാത്രം വരും. ഓക്കെ. നെക്കും ഇവിടെ മാത്രം വൈറ്റ് വരും അല്ലേ? ഇവിടെ എല്ലാം പുതിയ ലൈനേജ് പേരാണ്. ആണോ? ഇതിന് ഏകദേശം എത്ര വയസ്സ് പ്രായം കാണും? ഇതിപ്പം അഡൽട്ട് ആണ്. ഫസ്റ്റ് അഡൽട്ട് ബ്രീഡിംഗ് ഇതുവരെ ബ്രീഡ് ആയിട്ടില്ല. ഇല്ല. അടിപൊളി ഗൈസ്. അപ്പൊ ഇത് ബ്രീഡിംഗ് പേരാണ്. അങ്ങനെയാണ് അതിന്റെ ഷേപ്പ് നിൽക്കുന്നത്. നമ്മൾ കൂട്ടിക്കൊണ്ടിട്ടാൽ ഒരു വെറൈറ്റി ആയിരിക്കും. ഇതിന്റെ വേറെ കളർ ഉണ്ട് കേട്ടോ. ഇത് കാണിച്ചു. റെഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാ? ഇതിന്റെ ഓക്കെ. പിന്നെ ഇത് പ്രായത്തിൽ കുറവാണ്. 5 കള്ളി ആയതുള്ളൂ. എത്ര വരെ ആവും? ഇത് 10 കളിയാണ്. ഇതിന്റെ ഈ ഇത്ര ഭാവം വൈറ്റ് ആവും. അതുപോലെ അത്ര വൈറ്റ് ആകും. അഡൽട്ട് ആകുമ്പോ ആയിട്ടില്ല. ഓക്കെ. ഇത് ബേബിയാണ് കേട്ടോ. ചേട്ടൻ പറഞ്ഞനുസരിച്ച് 4 കള്ളി ആയിട്ടുള്ളൂ. 10 വരെ ആവുമല്ലേ? 10 കളിയാവും. അപ്പൊ നമ്മൾ കൂട്ടിക്കൊണ്ടിട്ടാൽ ഈ ഒരു ആക്ഷൻ ഒക്കെ ആയിരിക്കും. അത് ഞാൻ വേറെ അറിഞ്ഞിട്ടെ. നമ്മൾ ഇതിനെ ഇപ്പം നമുക്ക് ബ്രീഡ് ആയിരുന്നില്ല. ഇതിന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് എന്നാ വില കിട്ടും? കുഞ്ഞുങ്ങൾ ഇപ്പം മാർക്കറ്റിൽ 8 രൂപ വില ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഉണ്ട്. അതായത് പെയറിന് 15 രൂപ 16 രൂപ ഇപ്പോഴും 15 രൂപ വിലയുണ്ട് ഒരു പെയറിന്. ബ്രീഡിംഗ് പെയർ വിലയുണ്ട്. നമ്മളിപ്പോ എനിക്ക് കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ തന്നെ എടുക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെ ആളുണ്ട്. ചേട്ടനടുത്ത് കൊണ്ടുവന്നോ?
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ എന്തിനാണ് ഇതിനെ മേടിക്കുന്നതെന്ന്. കാരണം നമ്മുടെ വരുമാനം ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെ അപ്പോൾ എത്രയാണ് മേടിക്കണം ചേട്ടാ? ഇതിന് വില എങ്ങനെയാണ് ഒരു പെയറിൻ്റെ വില? ഈ ഒരു കളർ കയറിയാണ് സാധാരണ മിക്കവാറും മുടികൾ വരുന്നത്. ഇത്രയും കളറുണ്ടോ? ആ റെഡും രണ്ട് പേരുള്ള കടുപ്പ് വ്യത്യാസം മോൾഡിംഗ് ആയി കഴിയുമ്പോൾ നല്ല കടും റെഡിലേക്കാവും. ആണല്ലേ, അടിപൊളി. ഇത് 1500 രൂപ പെയർ വില അത്രേ ഉള്ളൂ വരത്തുള്ളൂ. അതിന് നീട്ടി കാണിച്ചു. നമ്മുടെ സാധാ മുടി. ഓക്കെ, ഇത് സാധാരണ ആണ് കേട്ടോ ഈ ബ്ലാക്ക്. എനിക്ക് എന്നാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മളപ്പോൾ ഇതിനെയാണ് മേടിക്കുന്നത്. നമ്മൾ മേടിക്കാൻ പോകുന്ന മിക്കവാറും ഈ റെഡിനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ്? അപ്പോൾ നമ്മളിപ്പോൾ നോക്കി വെച്ചതിന്റെ ഇപ്പൊ ആദ്യമായിട്ട് കടയിൽ വെക്കുന്നത് 12 രൂപ. രണ്ട് പേർ എടുക്കുവാണെങ്കിൽ 24 രൂപ അല്ലേ, ഓൾമോസ്റ്റ്. പിന്നെ ഡിസ്കൗണ്ട്, ബൾക്ക് പർച്ചേസിന് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് രണ്ട് പേരിന് എടുക്കാം. ഇതിന്റെ വില കേട്ടോ, ഒരു പേരിന് 12,000 രൂപ. ഇതിന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കി കൊടുത്തെങ്കിൽ ആ സെയിം പ്രൈസ് നമുക്ക് കിട്ടുകയും ചെയ്യും. വിളിച്ചാൽ നമ്മുടെ കയ്യിൽ ഏറ്റവും കൂടുതലാണ്. പ്രാവിനൊക്കെ എത്ര ഇണക്കമുള്ള വേറെ ഒരു കിളി ഇല്ല. ഇത് ഒരു 5 കളിയായ വേടാ. 10 കളിയാണ്. ഇനി ഒരു മോൾഡിംഗ് കൂടെ ഒക്കെ ഉണ്ട് കണ്ടോ, മോൾഡിംഗ് വരുന്നുണ്ടോ? വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ കൈസ് കണ്ടോ, ഇവന്മാർ ഭയങ്കര വെറൈറ്റി ആണ് കേട്ടോ. ഇവന്മാരുടെ സൈസ് ഉണ്ടോ, കുഞ്ഞ് ബീക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന്റെ സൈഡിൽ കൂടെ റെഡ് കളർ ഉണ്ട്. ഇത് കണ്ടോ, നമ്മൾ നോക്കി വരുവാണ് കേട്ടോ. ഇത് ഒരു പ്രാവശ്യം എത്ര മുട്ട? 2 മുട്ട എടുത്തുള്ളൂ. അത്രേ ഉള്ളൂ, അത് കൂടുതൽ എടുത്തില്ല ആണല്ലേ. നമ്മൾ പ്രാവിന്റെ കൂട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, നമുക്ക് ഇതിനെടുക്കാം, 2 പേരെടുക്കാം. നമ്മളിപ്പോൾ പ്രാവിന് ഇടാനായിട്ടുള്ള കൂട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് കൂട്. വീട്ടുകാരെ കാണിക്കാതിരിക്കാൻ നമ്മൾ പൊതിയുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളിപ്പോൾ ആദ്യം കാണിച്ചവന്മാരെ മേടിക്കാണ്ട്. എനിക്ക് അവന്മാരെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. കാര്യന്മാരെ കൂട്ടിക്കൊണ്ടിട്ട് ഇതാ ഫീമെയിൽ അല്ലേ, ഈ വെള്ളയുള്ള അല്ലേ? ഓക്കെ, ഇത് ഫീമെയിൽ ആണ് കേട്ടോ ഗൈസ്, അത് മെയിലാണ്. നമുക്ക് ഇതിന്റെ ഒരു പേരാണ് മേടിക്കാം. ഓക്കെ അടിപൊളി. അപ്പൊ നമ്മൾ ഇതിന്റെ 4 പേരെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവരുടെ പ്രത്യേകത വെച്ചാൽ നന്നായിട്ട് ഇണങ്ങും. അയ്യോ ചേട്ടൻ നമ്മൾ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ടാണോ ഗൈസ്? ചേട്ടൻ നമുക്ക് ഒരു പേര് പ്രാവിന് ഫ്രീ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. കാരണം നമ്മുടെ അടുത്ത സ്ഥിരം കസ്റ്റമറാണ്. അയ്യോ, ഇവ നമുക്ക് ഇതിനകത്ത് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുമോ? ആണോ? നമുക്കൊരു മൊയലിന് ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട്. 15 കിലോ വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവന്മാരെ പാക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ. മനാഷേട്ടാ, ഇവിടുന്ന് ആരെങ്കിലും ഇങ്ങനെ മെയിനെങ്കിലും ഇങ്ങനെ പാക്ക് ചെയ്ത് പോയിട്ടുണ്ടോ? ഇല്ല, നമ്മൾ എല്ലാവരും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കൊണ്ടുപോകാണ്. ചേട്ടാ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ചേച്ചി താങ്ക് യു. അപ്പോൾ ഓൾ സെറ്റാണ്. ഇതന്നെ വെള്ളം, എനിക്ക് നാജിൻ്റെ രക്ഷയില്ല. അപ്പോൾ ഓൾ സെറ്റാണ്. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വണ്ടി നല്ല ചൂടായി പഴുത്ത് കിടക്കുവാണ് കേട്ടോ. നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇതിനോട് അറിയാം 10,000 രൂപയുടെ പ്രാവൊക്കെ ഉണ്ടെന്ന്. 15,000 രൂപയുടെ പ്രാവുണ്ടെന്ന് നിനക്കറിയാതെ അല്ലേ? പ്രാവിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നു 200 രൂപ പ്രാവിനെയൊക്കെ പണ്ട് പൈസ കൊടുത്ത് മേടിക്കുന്നത് ഭയങ്കര കാര്യമായിരുന്നു. കാരണം പ്രാവ് നമ്മുടെ നാട്ടിൽ പള്ളിയിൽ നിന്നൊക്കെ നമ്മൾ എടുത്തോണ്ടിരുന്നത്. പള്ളികളിലൊക്കെ ഇഷ്ടംപോലെ പ്രാവുള്ള പള്ളി അമ്പലത്തിന്റെ വില കൊടുത്ത് മേടിക്കുന്ന ഇത്ര ഒന്നും അറിയത്തില്ല. പ്രാവിനെ മേടിച്ചപ്പോൾ കണ്ടല്ലോ അല്ലേ? അപ്പൊ നമുക്കിനി അതിനെ ഓപ്പൺ ചെയ്യാം. ഇവിടെ ഒരാളുണ്ടല്ലോ, ഇത് എന്നാന്ന് അറിയാനായിട്ട് കുറെ നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എടാ മോട്ടു. പിന്നെ ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിച്ചു മോട്ടുവിനെയും ചോട്ടിനെ എങ്ങനെ തിരിച്ചറിയുന്നത്. വളരെ സിമ്പിളായിട്ട് അറിയാൻ പറ്റും. മോട്ടു ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര സ്പീഡിൽ ഓടുകയൊക്കെ ചെയ്യും. പക്ഷേ ചോട്ട് ഭയങ്കര സ്ലോ ആണ്. അപ്പം നമ്മുടെ ഗിഫ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതുണ്ടോ? ഇതുണ്ടോ? വെറൈറ്റി പ്രാവുകൾ. പപ്പയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുറെ പ്രാവിനെ മേടിക്കണമെന്ന്. മോട്ട് വന്ന് നോക്കുവാണ് അവിടെ ഈ മൊയലിനെ. അപ്പോൾ ഞാൻ ഇതിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാം. പറപ്പിച്ച് വിട്ടാലോ ഗൈസ്? നമ്മൾ ഗസ് ചെയ്യിപ്പിക്കാൻ പോകണം. ഇതിന്റെ ടോട്ടൽ പ്രൈസ് കേട്ടോ 2,000 അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന പപ്പയാണ്. ഞാൻ ഇതിന്റെ പ്രൈസ് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരെണ്ണത്തിന് എടുത്ത് പറപ്പിച്ചിടാം. എന്നിട്ട് പ്രൈസ് പറയാം. അത് പറപ്പിച്ചില്ല, ഒരെണ്ണത്തിന് എടുത്ത് ആളുടെ കയ്യിലെങ്കിലും കൊടുക്കാം. പപ്പ തിരിച്ചു പിടിച്ച് ഇത് കണ്ടോ, മോട്ടിനെ ഹാൻഡ് ഫീഡ് ചെയ്യുന്ന അങ്കിൾ. നമ്മൾ ആദ്യമേ എടുക്കുന്നത് നമ്മുടെ ബ്ലാക്ക്. അല്ല, ഞാൻ ആദ്യം ഇവനെ എടുക്കും കേട്ടോ. ബാബാ ഗൈസ്, നോ പറക്കൽ. നോ, ഇറ്റ്സ് ഓക്കെ. കുഴപ്പമില്ല. കാരണം ഇവന്മാർക്ക് ഇച്ചിരി പേടിയുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ പേടിക്കണ്ട കേട്ടോ. പേടിക്കണ്ട. സോളമൻ നോക്കുന്ന നോക്കി. സോളമൻ അവിടെ നോക്കുവാണ് കേട്ടോ. അയ്യോ, സോളമൻ എനിക്ക് വന്ന് ഇതിനെ രക്ഷിക്കാൻ വേണ്ടി വരുവാൻ തോന്നുന്നു. ഇതിനാർക്ക് പിടിക്കണം എന്ന് പറഞ്ഞേ? പിടിച്ചോ, നല്ല ബലത്തിൽ പിടിക്കണേ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവനെ പറപ്പിച്ച് വിടാൻ വേണ്ടി പോവാണ്. ഇത് ഇവനാണോ ഇവളാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അതിന് മാത്രമുള്ള വിവരം എനിക്കില്ല. ഒരെണ്ണത്തിനെ പറപ്പിച്ച് വിട്ടിട്ട് ഞാൻ ഇവർക്ക് പ്രൈസ് പറഞ്ഞു കൊടുക്കാം കേട്ടോ. എടാ പറഞ്ഞോണം കേട്ടോ. ഓക്കെ, പറക്കുമായിരിക്കുമല്ലോ അല്ലേ? ഇപ്പം പറത്തി വിട്ടതിൻ്റെ പ്രൈസ് പറയാം. ഇതിനകത്ത് പ്രാവിൻ്റെ ഏറ്റവും കൂടിയ പ്രാവിൻ്റെ ഒരു പെയറിന് 15,000 രൂപ. 15,000 രൂപ ഒരു പേരിന്. അങ്കിൾ 2,500 പറഞ്ഞേ. അങ്കിൾ ഒരെണ്ണത്തിനാണ് 2,000 പറഞ്ഞു.
ഓക്കെ, അപ്പോൾ അങ്കിളാണ് ക്ലോസ്. പപ്പ പേരണ 3500 പറഞ്ഞു. മമ്മി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. മമ്മി 750. പിന്നെ ഈ പ്രാവിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയാൻ ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേട്ടോ. കാരണം ഇങ്ങനത്തെ ഉള്ള ഒത്തിരി ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ ആൾക്കാർക്ക് കമന്റ് സെക്ഷനിൽ പോകുന്ന ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. മയങ്ങിയിരിക്കും കേട്ടോ. ഇതേ പുല്ലും കൊടുത്തിട്ടുണ്ട്. ഇത് ഉണക്കപ്പില്ലാണ്, കച്ചിയാണോ? ഈ പ്രാവിനെ നമ്മൾ മേടിച്ചെന്ന് ഉദ്ദേശം വെച്ചാൽ ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കുഞ്ഞിന് 8500 രൂപ വെച്ച് കിട്ടും. മേടിക്കാൻ ആളുണ്ട്. പിന്നെ ഒരു മൊയിലുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി ബ്രോയിലർ മൊയിലാണ്. 15 കിലോ മോള് പിടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. മുറുക്കാൻ പിടിച്ച് ചിറക് കവർ ചെയ്ത് ഞാൻ പിടിച്ചു തരണോ? ഇവൻ പാവാണ് കേട്ടോ. ഇവൻ മെയിലാണേ. ഇവനാണ് ബ്ലാക്ക് കേട്ടോ. നല്ല രസമാണ്. ഇച്ചിരി പേടിയൊക്കെ ഉണ്ട്. പക്ഷേ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കൂടാണ്. നിനക്ക് പറന്ന് കിടക്കാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. നിനക്ക് നമ്മൾ കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇവൻ്റെ കളറിൻ്റെ അടുത്തൊരു പച്ച കളർ നോക്കി പുള്ളിക്ക് ചെറിയ പേടിയുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ പറപ്പിച്ചു വിട്ടാലോ? പറപ്പിച്ചു. അപ്പോൾ അവൻ പോയിട്ടുണ്ട്. അപ്പോൾ അവനെ എവിടെ പോയി ഇരിക്കേണ്ട തരത്തില്ല. സോളമൻ ഇവിടെ നമ്മൾ അവനെ വളയ്ക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, അവനെ വളയ്ക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ശോശൻ എവിടെ? ശോശൻ എടി നിന്നെ ഇട്ടിട്ട് പോയടി സോളമൻ. അത് കണ്ടോ ഗൈസ്? ദേ നമ്മൾ അടുത്ത പ്രാവിനെ മമ്മി പിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവൻ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ട്. ഞാൻ അടുത്ത് കാണിച്ചു തരാം. അല്ല, നല്ല സ്ഥലം കാണാനായിട്ട്. എനിക്കറിയത്തില്ല ഇത് ഏതാണ്. പക്ഷെ നോക്കി ഇവനെ കണ്ടോ, ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇതിന് മമ്മി പറയുന്നത് പെണ്ണാണ്. എനിക്കറിയത്തില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ഒന്നും പറയുന്നില്ല. അവനെ പറപ്പിച്ചു വിട്ടാലോ? ദേ പോയി. സോളമൻ കോഴിയാന്ന് തോന്നുന്നു കേട്ടോ, പ്രാവല്ല. മമ്മിയൊക്കെ ചിരിക്കുന്നതാണ്. അടുത്ത അങ്കിള് പിടിക്കുന്നത് കേട്ടോ. ചിറക് കൂട്ടി കവർ ചെയ്ത് പിടിച്ചു അങ്കിള്. ഇത് കണ്ടോ? ഇല്ല അവളവിടെ പോയി ഇരുന്നിട്ടുണ്ട്. നമ്മൾ പേടിപ്പിക്കുന്നില്ല കേട്ടോ. മമ്മി ഇടിക്കാനായിട്ട് അവിടെ പോയിരിപ്പുണ്ട്. പപ്പ ഓൾറെഡി പിടിച്ചു കേട്ടോ. ഇത് കണ്ടോ, ഇവൻ ഭയങ്കര രസമാണ്. ഇത് നോക്കി. പപ്പ അവനെ പറപ്പിച്ചു വിടുവാണോ അതോ പറപ്പിച്ചു വിടാം? പോയി. സോളമൻ ശരിയല്ല. സോളമൻ പ്രാവല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തന്നെ കുഞ്ഞപ്പനാണ് പിടിക്കുന്നത്. കുഞ്ഞപ്പൻ പിടിച്ചോളൂ. ഗൈസ് ഇത് കണ്ടോ, ഇവൻ എന്നെ പാവാന്ന് നോക്കി. ഇതുണ്ടോ, ഭയങ്കര പാവത്താനായിട്ടിരിപ്പുണ്ട്. നോ. പക്ഷേ നീ വിചാരിക്കുന്നതല്ല, നല്ല മുറുക്ക് പിടിക്കണം. എനിക്ക് പിടിക്കല്ലേ. കുഞ്ഞപ്പൻ പിടിച്ചിട്ടുണ്ട്. സോഫ്റ്റ് കാമൻ ക്വയറ്റ് ആയിട്ടിരിപ്പുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇവന്മാർ നമ്മളായിട്ട് നന്നായിട്ട് അണങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീറ്റ വെച്ചുമ്പോൾ നമ്മുടെ കയ്യിലും തീറ്റ മേടിക്കും. ഇത്രയും നന്നായിട്ട് അണങ്ങുന്ന ഒരു ജീവിയാണ്. അതിൽ പക്ഷിയാണ് പ്രാവ്. ജീവിയല്ല പക്ഷി. പറപ്പിച്ചു വിടാലോ കുഞ്ഞപ്പ? ഇവിടെ അവസാനത്തെ പ്രാവാണ് കേട്ടോ. ഇവനെ ഞാൻ പറപ്പിച്ചു വിടുവാണ്. പൊക്കോട്ടോ. ഇനി നമുക്ക് നമ്മുടെ അവസാനത്തെ, ഇവൻ ഇച്ചിരി ഉറക്കം തൂങ്ങിയാണ് കേട്ടോ. ബ്രോയിലർ ആയതുകൊണ്ട് തന്നെ അവന് അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട്. ഞാൻ മോട്ടിനെ എടുത്ത് ഇവൻ്റെ അടുത്ത് വെച്ച് നോക്കാവേ. മോട്ടുവിനെ അവൻ്റെ പുറകെ അടക്കാൻ വേണ്ടി പോയിരിക്കും. അവൻ എവിടെ പോയിട്ടുണ്ട്. തൊട്ട് പുറകെ മോട്ടും പോകുന്നുണ്ട് കേട്ടോ. മോട്ടിന് കളിക്കാനായിട്ട് വേറൊരു കമ്പനിക്കാരനും കൂടെ ആയി. എൻ്റെ കാലം പിന്നെ കാഷ്ടിച്ച്. ഇത് കണ്ടോ, ഇതിൻ്റെ വിലയും നമുക്ക് ഒന്നൂടെ തുറന്നു പോയി. അല്ല, ഒന്നൂടെ തുറക്കണം. ഞാൻ ലേറ്റ് ആയി പോയി. ക്യാമറ തിരിയുന്ന ഗ്യാപ്പിൽ റെക്കോർഡ് ചെയ്തോ? പെർഫെക്റ്റ് പാർക്കിങ്. അങ്ങനെ എന്താണെങ്കിലും നമുക്ക് പോയിട്ട് അയ്യോ ബ്ലൂപ്പർ. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഒരു മിനിറ്റല്ലേ, സോളമൻ ഇത് അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ? അവളൊക്കെ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ സോളമൻ്റെ അടുത്തുനിന്ന്. ചോട്ടൂനെ മയക്കിയെടുത്ത് കുഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് പ്രാവിന് കൂടെ ഉണ്ടാക്കുന്ന ചേട്ടന്മാരാണ് കേട്ടോ. പ്രാവിനും ഫിഞ്ചസിനും താജ്മഹൽ പണി ഞങ്ങൾ. താജ്മഹൽ വെറൈറ്റി കൂടെ ആയിരിക്കും അല്ലേ? ഈ സ്ഥലത്തില്ലാതെ ഞങ്ങൾ വെറൈറ്റി കൂടി ഞങ്ങൾ ഉണ്ടാക്കുകയാണ് കേട്ടോ ഫിഞ്ചസിന് വേണ്ടിയിട്ടൊക്കെ. നമുക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല, ഇരുന്നോളും. ഞാൻ ഇവിടുത്തെ കിളീനെയൊക്കെ കാണിച്ചിട്ട് വില പറയുമ്പോഴേക്ക് ഈ മനുഷ്യൻ പറയാണ് ഇവരുടെ നാട്ടിൽ ഇതിനെയൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നല്ലേ. കടിക്കുന്നില്ല കയ്യെ മീനല്ലേ? നമ്മുടെ കൂടെ ഇഷ്ടപ്പെട്ടു. ഇവിടെ മോട്ടിനെ ഓമനിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇതിനകത്ത് ഇന്നത്തെ ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളമൻ ഒരിക്കലും ശോശനെ ചതിക്കുമെന്ന് നമ്മൾ ഓർത്തില്ല. അതൊരു വല്ലാത്തൊരു എല്ലാവർക്കും സങ്കടമാണ് കേട്ടോ. ഗൈസ് ഞാനത് കാണിക്കുന്നില്ല, വീഡിയോ കാണിക്കുന്നില്ല. സോളമൻ ഒരു പക്ക കോഴിയായി മാറിക്കൊണ്ടിരിക്കുക. അത് കണ്ടോ, അത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മുടെ കൂടിൻ്റെ പണി തീർന്നാൽ ഉടനെ നിങ്ങൾ വിചാരിക്കാത്ത കുറേ സാധനങ്ങൾ നമ്മുടെ ലിസ്റ്റിലുണ്ട് കേട്ടോ. അതിന് മേടിക്കുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് മീ സെബിൻ സിറിയക് ആൻഡ് ഫാമിലി.